ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അടുത്തൊരു TVS എൻഡോർക്ക് വന്നത് ഇഞ്ചൻ പണിയായിട്ടാണ് വന്നത്. ക്രാങ്കിൻ്റെ ഭയങ്കര സൗണ്ട്. ഈ വണ്ടി അപ്പം ഇഞ്ചിനകത്ത് സൗണ്ട് കേട്ടിട്ട് കസ്റ്റമർ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് കൊടുത്തു. ഷോറൂമുകാർ പറഞ്ഞു ഒന്നും നോക്കാനില്ല, ക്രാങ്ക് ഫുൾ അടിച്ചു പോയി, എല്ലാം കൂടെ ഒരു എസ്റ്റിമേറ്റ് ഒരു 20,000 രൂപ മുതൽ മുടക്ക് വരും എന്ന് പറഞ്ഞു. അപ്പം കസ്റ്റമറിന് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ നേരെ നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുവന്നിട്ട് പറഞ്ഞു അത്രയും പൈസ ഒന്നും മുടക്കാനില്ല, എങ്ങനെയെങ്കിലും ക്രാങ്ക് മാത്രം മാറി ഒരു 10 രൂപ താഴെ ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു 10ഓളം വണ്ടി ഞാൻ എൻഡോർക്ക് പണിതിലുണ്ട്, ഇഞ്ചൻ പണിതിലുണ്ട്. അപ്പോൾ എനിക്കറിയാം ക്രാങ്ക് അടിപ്പിൻ്റെ സൗണ്ടായിട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ക്രാങ്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ വൺ വേ ക്ലച്ച് പോയിട്ടും ഈ സെയിം കംപ്ലൈൻറ്റ് വരും. വൺ വേ ക്ലച്ച് പോയാലും ക്രാങ്ക് പോയാലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് ക്രാങ്ക് അടിപ്പിൻ്റെ സൗണ്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞു, ബ്രോ നമുക്ക് അഴിച്ചു നോക്കാം, അഴിച്ചു നോക്കിയിട്ട് ആദ്യം വൺ വേ ക്ലച്ച് അയക്കാം, വൺ വേ ക്ലച്ച് അയച്ചിട്ട് അത് പോകാണെങ്കിൽ വൺ വേ ക്ലച്ച് മാറിയാൽ മതി, ഇല്ലെങ്കിൽ ക്രാങ്ക് അസംബ്ലി മാറാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, വൺ വേ ക്ലച്ച് പോകാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോഴത്തേക്കിനും ഒരു കെട്ടപ്പെട്ടാന്നൊരു സൗണ്ടൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഈ വണ്ടിക്ക് അങ്ങനത്തെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, തൊട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകുമായിരുന്നു. പക്ഷേ ക്രാങ്ക് അടിപ്പിൻ്റെ സൗണ്ട് ഉണ്ട് താനും. അപ്പോൾ ഞാനും ഓർത്തു ക്രാങ്കിൻ്റെ ആയിരിക്കും എന്നോർത്താണ് ഞാൻ വണ്ടി പിടിച്ച് അഴിച്ചത്. വണ്ടി ഞാൻ ഇഞ്ചൻ വണ്ടിയെ നൂരിയെടുത്തു, നേരെ അഴിച്ചു, വേറെ ഒന്നും അഴിച്ചില്ല, നേരെ വൺ വേ ക്ലച്ചിൻ്റെ ഭാഗമാണ് ഞാൻ അഴിച്ചത്. വൺ വേ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ വൺ വേ ക്ലച്ചിൻ്റെ നട്ട് ലൂസായി പോയതാണ്. ഇതുണ്ടോ, അടുത്ത് കാണിച്ചാൽ ഇത് കണ്ടോ, വൺ വേ ക്ലച്ചിൻ്റെ നട്ട് ഇതുണ്ട് ലൂസായി പോയിട്ട് ക്രാങ്ക് അടിക്കുന്നതിനെ കൊണ്ട് സെയിം സൗണ്ടാണ്. ഇതിന് ഈ നട്ട് ലൂസായി പോകാതിരിക്കാൻ മടക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ലൈഡാണിത്. ഇത് ഒരെണ്ണം ഒരു മടക്കി വെച്ചിട്ടുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ ഓരോന്നും മടക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മടക്കി വെക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൂസ് ആകത്തില്ലായിരിക്കും. എന്നാണേലും ഈ സംഭവം ലൂസായതാണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് ഗൈസ്, ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമുക്കിപ്പോൾ ഈ നട്ട് മുറുക്കിയിട്ട് പാക്കിങ്ങും മാറി നമ്മുടെ പണിക്കൂലിയും പാക്കിങ്ങും ഓയിലും ഇത്രയും മുടക്ക് വരുള്ളൂ. അതെന്നാണേലും 5 രൂപ താഴെയൊക്കെ വരുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ ഒരാളെ പോലും കുറ്റം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടില്ല. എൻ്റെ പഴയ വീഡിയോസ് നോക്കി അറിയാം, ആരും ഞാൻ കുറ്റം പറയാറില്ല. പക്ഷേ ഇതിന് ഞാൻ ഷോറൂമുകാരെ കുറ്റം പറയും. കാരണം ഈ വെറും 10 താഴെ ഇഞ്ചൻ പണിതുള്ള എനിക്ക് അറിയാം. അടുപ്പ് കേൾക്കുന്നത് ക്രാങ്കിൻ്റെ അല്ലെങ്കിൽ വൺ വേ ക്ലച്ചിൻ്റെ, കൂടുതലും വൺ വേ ക്ലച്ചാണ് പോകാറ്. അതെനിക്കറിയാം, അത് ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ ഷോറൂമിലാണല്ലോ ഇഞ്ചൻ പണിയുന്നത്. അപ്പോൾ ഷോറൂമുകാർക്ക് ഇത് അറിയാൻ മേലായിട്ടല്ല, അല്ലെങ്കിൽ അവർ കസ്റ്റമറിനോട് പറയണം നമുക്കിത് നോക്കാം, വൺ വേ ക്ലച്ച് ആയിരിക്കും അല്ലെങ്കിൽ ക്രാങ്ക് ആയിരിക്കും, ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം എന്ന് അവർ കസ്റ്റമറോട് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഷോറൂമുകാർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെണ്ടിത്തരമാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തിനാ ഈ പിടിച്ചു പറക്കുന്നത്? ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ഈ വണ്ടി ഷോറൂമിൽ പണിയാൻ കൊടുത്തു, അവർ നിങ്ങൾ കഴിച്ചിട്ട് വൺ വേ ക്ലച്ചിന് കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഇതിൻ്റെ വേറെ 45,000 കിലോമീറ്റർ വണ്ടി ഓടുള്ളൂ. ഷോറൂമിൽ ഈ വണ്ടി പണിയാണെങ്കിൽ വൺ വേ ക്ലച്ച് മാറും, സിലിണ്ടർ കിറ്റ് ഫുൾ അസംബ്ലി മാറും, ക്രാങ്ക് അസംബ്ലി മാറും, ഹെഡ് വാൾവ് എല്ലാം മാറും. എല്ലാം കൂടെ കൂട്ടി ഇവർ 20,000 രൂപ പറഞ്ഞേക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കരുത്, അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത് ഷോറൂമുകാരോടെ പറയുന്നത്. പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സ് ഷോറൂമുകാരൊരു റേറ്റ് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നേരെ കണ്ട ഷോറൂമിൽ തന്നെ കൊടുക്കാതെ പുറത്ത് എവിടെയെങ്കിലും കാണിച്ചിട്ട് ഒന്നുകൂടെ വേറൊരു മെക്കാനിക്കിൻ്റെ ഒരു അഭിപ്രായം കൂടെ എടുത്തിട്ട് മാത്രം വണ്ടി പണി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വൻ തുക നഷ്ടം വരും. അപ്പം ഈ വണ്ടിയാണല്ലോ നമ്മളിപ്പം റെഡിയാക്കി കൊടുക്കും. റെഡിയാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഗൈസ്, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം. ഇപ്പോൾ സൗണ്ട് കാര്യങ്ങൾ ക്രാങ്ക് അടിപ്പ് എല്ലാം മാറിയിട്ടുണ്ട്. സൈലൻസർ ഇങ്ങനെ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് ആണ് പോലും അറിയില്ല. ആ രീതിക്ക് വണ്ടി സൈലൻ്റാക്കി നമ്മൾ സെറ്റാക്കി പണിതിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അടുത്തൊരു മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നോളം വരെ ഗുഡ് ബൈ.